ഹായ് എവരി വൺ. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത്? സീക്വൻസിനെ കുറിച്ചും അതുപോലെ സീരീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ്. സീക്വൻസസ് ആൻഡ് സീരീസ്. അപ്പോൾ ആദ്യം നമുക്ക് അതായത് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് സീക്വൻസിനെ കുറിച്ചും അതുപോലെ സീരീസിനെ കുറിച്ചും. അപ്പോൾ ആദ്യം നമുക്ക് സീക്വൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ ടേം A1 എന്നുള്ളൊരു ടേം A2 A3 എക്സെട്ര AN എക്സെട്ര ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു ഇങ്ങനെ ഇതാണ് 2 4 6 എക്സെട്ര അങ്ങനെയുള്ളൊരു ഈ ഒരു സീക്വൻസ്, അതായത് സീക്വൻസിനെ പരിചയപ്പെടുത്താണ് ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറേ ടേംസ് എഴുതി പോകുന്നത്, അതായത് ഈവൻ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി പോകുന്നത് കൺസിഡർ ചെയ്യുക. 2 4 6 അങ്ങനെയുള്ള ഈവൻ നമ്പേഴ്സ് എഴുതി പോകുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരു ടേം അടുത്ത ടേം ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട്, എന്താണ് പ്രോപ്പർട്ടി? 2ൽ നിന്ന് തുടങ്ങി 2 കൂട്ടി പോകുന്നത്. അതായത് ഇതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് പല വിധത്തിലും പറയാം. 2 കൂട്ടി പോകുന്നത്, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്, അങ്ങനെ പല വിധത്തിലും പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടേംസ് ഒരു ഈ ഒരു ഫോമിൽ എഴുതുന്നതിനാണ്, അതായത് കുറേ ടേംസ് ഇതുപോലെ ഒരു ഫോമിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. കുറേ ടേംസ് ഇങ്ങനെ ഈ ഒരു ഫോമിൽ എഴുതുന്നതിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഇങ്ങനെ ഓരോ ടേംസ് ഈ ഒരു ഫോമിൽ എഴുതുന്നതിനാണ് A1 A2 A3 എക്സെട്ര AN എക്സെട്ര ആ രൂപത്തിൽ എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഈ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം എന്താണ്? അതായത് ഒരു nth ടേം, അതായത് ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് 2, A2 എന്ന് പറയുന്നത് 4, അതുപോലെ A3 എന്ന് പറയുന്നത് 6. അങ്ങനെയാണ് ഈ AN എന്തായിരിക്കും? nth ടേം 2 × n. അതായത് ഒന്നാമത്തെ ടേം വരുമ്പോൾ 2 × 1, രണ്ടാമത്തെ ടേം വരുമ്പോൾ 2 × 2, മൂന്നാമത്തെ ടേം വരുമ്പോൾ 2 × 3. അങ്ങനെയാണ് ഈ nth ടേം എന്ന് പറയുന്നത് 2 × n. അങ്ങനെ ഒരു സീക്വൻസിന് നമുക്ക് ഇങ്ങനെ AN എന്നുള്ളൊരു ടേം ഉണ്ടാവും. അതായത് ഒരു സീക്വൻസിന് AN എന്നുള്ള ടേം ഉണ്ടാവും. അതിനാണ് അതിൻ്റെ എന്ത് വിളിക്കുന്നത്? ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം. അതിനാണ് എന്ത് വിളിക്കുന്നത്? ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം. അപ്പോൾ nth ടേമിന് ഇങ്ങനെ ഒരു ഫോർമുലയൊക്കെ എഴുതാൻ എല്ലാത്തിനും സാധിക്കണമെന്നില്ല, എല്ലാ സീക്വൻസിനും. അതായത് ഇപ്പോൾ ഈ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? nth ടേമിൻ്റെ ഫോർമുല 2n ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ എല്ലാ സീക്വൻസിനും ഇതുപോലെ പറയാൻ പറ്റുമോ? എല്ലാ സീക്വൻസിനും ഇങ്ങനെ ഒരു ഫോർമുല AN-ന് ഒരു ഫോർമുല ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഒരു സീക്വൻസ് ഡിസ്കസ് ചെയ്യാണ്, ഏത്? പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ്. നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 2 3 5 എക്സെട്ര 2 3 5 എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ nth ടൈം നമുക്ക് പറയാൻ പറ്റുമോ? nth ടൈമിനൊരു nth ടൈം എന്താ നമുക്ക് ഇങ്ങനെ എഴുതി കണ്ടെത്താൻ കഴിയും. പക്ഷെ നമുക്ക് അതിനൊരു ഫോർമുല എഴുതാൻ പറ്റുമോ? ഫോർമുല എഴുതാൻ കഴിയില്ല. പക്ഷെ അതും ഒരു സീക്വൻസ് തന്നെയാണ്. nth ടൈമിനൊരു ഫോർമുല എഴുതാൻ കഴിയണമെന്നില്ല. അതായത് nth ടൈമിന് ഒരു ഫോർമുല എഴുതാൻ പറ്റാത്ത സീക്വൻസുകളും ഉണ്ട്. അപ്പോൾ അധിക സീക്വൻസിനും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അധിക സീക്വൻസിന് എന്തുണ്ടായിരിക്കും? nth ടൈമിന് ഒരു ഫോർമുല ഉണ്ടായിരിക്കും. ആ രൂപത്തിലുള്ളതായിരിക്കും നമ്മളിവിടെ അധികം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സീക്വൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ചില സീക്വൻസ് ഇങ്ങനെ ഇത് പോയി A1 A2 A3 അല്ലെങ്കിൽ 2 4 6 ഈവൻ നമ്പേഴ്സ് എത്ര വരെ പോകും? എത്ര വരെ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ അതിലൊരു എത്ര എണ്ണം ഉണ്ടെന്ന്, ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതിൽ എത്ര ടേംസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇനി വേറൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 1 2 3 4 എന്നുള്ള സീക്വൻസ് എഴുതിയ ഒരാൾ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാണ് 1 2 3 4. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 4 ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ള സീക്വൻസിനാണ് എന്ത് പറയുന്നത്? ഫൈനൈറ്റ് സീക്വൻസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ള സീക്വൻസിനെയാണ് ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഫൈനൈറ്റ് അല്ലാത്ത സീക്വൻസ് അപ്പോൾ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സീക്വൻസ്.
ഫൈനൈറ്റ് അല്ലാത്ത സീക്വൻസിനെ ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. ഇനി അടുത്തൊരു സ്പെഷ്യൽ സീക്വൻസ് പരിചയപ്പെടാം, ഫിബൊനാച്ചി അപ്പോൾ സീക്വൻസിന് വരുന്നത് ഫിബൊനാച്ചി സീക്വൻസ്. അതെങ്ങനെ വരുന്നത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ടേം 1, അതായത് ഫസ്റ്റത്തെ ടേം 1, രണ്ടാമത്തെ ടേം 1, അതിൽ സെക്കൻഡ് ടേം 1, ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 2 കൂട്ടിയത് 1 + 1 2. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത്, അതായത് ഇനിയുള്ള ടേംസൊക്കെ തൊട്ട് പുറകെയുള്ള 2 ടേംസ് ആഡ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് 3, ഇനി 2 + 3 5, 3 + 5 8, അങ്ങനെ തൊട്ട് പുറകെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തുള്ള സീക്വൻസാണ്. അപ്പോൾ ഇനിയുള്ള ഓരോ ടേംസ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് പുറകെയുള്ള 2 ടേംസ് ആഡ് ചെയ്ത്. അപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? A1 = 1, A2 = 1, അതുപോലെ An = An-2 + An-1, n > 2. അങ്ങനെയാണ് ഈ സീക്വൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതി റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ പൊതുരൂപമായിട്ട് എങ്ങനെ പറയാൻ പറ്റും? A1 = 1, A2 = 1, അതുപോലെ An = An-2 + An-1, n > 2. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഒരു സീക്വൻസിനെ പരിചയപ്പെടുത്തിയതാണ് ഫിബൊനാച്ചി സീക്വൻസ്. അങ്ങനെ പല വിധത്തിലുള്ള സീക്വൻസുകളുണ്ട്. അതിന് നമുക്ക് അതായത് nth ടേം അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ടേമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫോർമുല വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും, ചിലപ്പോൾ കഴിയണമെന്നില്ല. അതായത് അത് ഓരോ സീക്വൻസിനനുസരിച്ച് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഈ സീക്വൻസ് നമുക്കറിയാം, ഇത് ഓരോ പൊസിഷൻസ് ആണല്ലോ. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് ടേം, അതുപോലെ തേർഡ് ടേം, അങ്ങനെ ഓരോ പൊസിഷൻ. അതായത് 1 എന്ന് പറയുമ്പോൾ അതിനൊരു പൊസിഷൻ ഉണ്ട്, 2 എന്ന് പറയുമ്പോൾ അതിനൊരു പൊസിഷൻ, അതായത് സെക്കൻഡ് ടേം ആ ഒരു അർത്ഥത്തിൽ. അപ്പോൾ അതിനെ ഒരു എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ രൂപത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ്റെ രൂപത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഏത് ഡൊമെയിൻ ഏതായിട്ട് വരുന്നത്? ഡൊമെയിന് നാച്ചുറൽ നമ്പേഴ്സോ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഈ രൂപത്തിലുള്ള സബ്സെറ്റോ, നാച്ചുറൽ നമ്പേഴ്സോ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഈ രൂപത്തിലുള്ള സബ്സെറ്റോ ഡൊമെയിനായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? സീക്വൻസിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണമെങ്കിൽ A(n) അല്ലെങ്കിൽ An എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആ ഫംഗ്ഷനെ A(n) അല്ലെങ്കിൽ An എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഡൊമെയിൻ ഇവിടുന്ന്, അതായത് ഇതിന് ഓരോന്നിനും ഓരോ ഇമേജ് ഉണ്ടാവും. A(1) എന്ന് പറയുന്നത് ഈ A1 ഫസ്റ്റ് ടേം, അതായത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ആ ഒരു ഫംഗ്ഷൻ രൂപത്തിൽ എന്ത് ഈ ഒരു സീക്വൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ A(2), A(3), അങ്ങനെ എക്സെട്ര k വരെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫൈനൈറ്റായി പോവുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ എടുക്കുക. അതായത് ചിലത് ഫൈനൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ള സബ്സെറ്റ് ഡൊമെയിനായിട്ട് വരുന്ന ഫംഗ്ഷൻ. അതുപോലെ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ, സീക്വൻസ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഈ നാച്ചുറൽ നമ്പേഴ്സ് മുഴുവനും ഡൊമെയിനായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? സീക്വൻസിനെ ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ് സീക്വൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് സീക്വൻസ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സീരീസ് എന്താണെന്ന് പറയാം. അപ്പോൾ സീരീസ് എന്ന് പറയുന്നത് ഒരു സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് എന്ത്? സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സീരീസ് എന്ന് പറയുന്നത് A1 + A2 + A3 + എക്സെട്ര + An + എക്സെട്ര. അതായത് ഒരു സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ സമ്മ് ചെയ്ത് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒരു സീക്വൻസ് ഉണ്ടാവുമല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ സമ്മ് ചെയ്ത് എഴുതുന്ന ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് എന്ത് പറയുന്നത്? സീരീസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് സീരീസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ സീരീസിനെ ഇപ്പോൾ ഒരു A1 + A2 + A3 + എക്സെട്ര +An വരെയുള്ളൊരു ഇങ്ങനെയുള്ള സീരീസാണ് കൺസിഡർ ചെയ്യുക. അതിനെ ജനറലി എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു സീരീസിനെ k = 1 to n AK. അതായത് ഈ സിഗ്മ നൊട്ടേഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുക? k = 1 to n AK. അതായത് A1 + A2 + A3 + എക്സെട്ര +An. അതായത് k = 1 to n എന്ന് പറയുന്നത് ആദ്യം k = 1 ഇട്ട് കൊടുക്കുക, പിന്നെ 2 3 അങ്ങനെ n വരെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. സിഗ്മ എന്ന് പറയുന്നത് സമ്മേഷൻ, അവിടെയുള്ള ഓരോ ഇങ്ങനെയുള്ള ഇതിനെല്ലാത്തിനും സമ്മ ചെയ്തതിന് അതിനെ ചുരുക്കി എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? സിഗ്മ k = 1 to n AK എന്ന് പറയുന്നത് ഇതിന് ഈക്വലാണ്. ഈ സംഭവത്തിന് ഈക്വൽ അതിനെ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സീരീസിന് ഇങ്ങനെ
റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ നമ്മളൊരു സീരീസ് എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ ഈ ഒരു സമ്മിട്ട് എഴുതുന്നതിനാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടോട്ടൽ സമ്മിനല്ല ഉദ്ദേശിക്കുന്നത്, അതായത് ഇങ്ങനെ പ്ലസ് ഇട്ട് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്, സീരീസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് സമ്മിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, സം ഓഫ് സീരീസ്. സം ഓഫ് സീരീസ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്തൊരു വാല്യൂ ഒക്കെ ലഭിക്കുമല്ലോ. ഇപ്പോൾ ഒരു 189 അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വാല്യൂ ലഭിക്കും. അതിനാണ് എന്ത് പറയുന്നത്, സം ഓഫ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വെറും സീരീസ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഇത്ര ഒരു പ്ലസ് ഇട്ട് ഇത് ആ സംഭവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സം ഓഫ് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതാണ് അതിൻ്റെ ആഡ് ചെയ്തൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂവിനാണ് എന്ത് സം ഓഫ് സീരീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെറും സീരീസ് പറയുമ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ പ്ലസ് ഇട്ട് എഴുതുന്ന റെപ്രസെൻറ്റേഷൻ, അപ്പോൾ ആ സം ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സം ഓഫ് സീരീസ് എന്ന് പറയുമ്പോഴാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സീക്വൻസും സീരീസിൻ്റെയും കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്സാണ്. ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തിനെക്കുറിച്ചാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതുപോലെ ജോമെട്രിക് പ്രോഗ്രഷൻ, അതുപോലെ സം ഓഫ് സ്പെഷ്യൽ സീരീസ്, അതായത് സം ടു എൻ ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ്. കുറച്ച് സ്പെഷ്യൽ സീരീസിൻ്റെ എൻ ടേംസിൻ്റെ സമ്മാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.